നിലമ്പൂരിൽ എം സ്വരാജും ആര്യാടൻ ഷൗക്കത്തും PV അൻവറുമായിട്ടുള്ള ചൂടേറിയ മത്സരം നടക്കാൻ പോവുകയാണ്. എം സ്വരാജിനെ അപേക്ഷിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു തിരിച്ചടിയായിട്ട് ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെയുള്ള പ്രധാനപ്പെട്ട പാർട്ടിയിലെ ഒരു അംഗമാണ് ആര്യാടൻ ഷൗക്കത്ത്. ആര്യാടൻ ഷൗക്കത്തിനാണ് അവിടെ പാർട്ടി വെച്ച് നോക്കുകയാണെങ്കിൽ ജനപിന്തുണയെങ്കിൽ, ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ച് അദ്ദേഹം ജയിക്കുവാണെങ്കിൽ അത് PV അൻവർ കൊടുക്കുന്ന ഒരു ദാനമായിട്ടാണ് ഇതിനെ കാണാൻ സാധിക്കുന്നത്. കാരണം മലബാർ ഏരിയകളും അതുപോലെ തന്നെ ഈ നിലമ്പൂർ മണ്ഡലത്തിലെയും പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് അറിയിച്ചു കൊടുത്തതും, അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വികാരഭരിതമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ചതുമായിട്ടുള്ള ഒരു വ്യക്തി അത് PV അൻവറാണ്. അപ്പോൾ PV അൻവർ കൊടുക്കുന്ന ഒരു ദാനമായിട്ടാണ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചാലുള്ള ഒരു നേട്ടം. അല്ലാതെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ കഴിവോ അതുപോലെ തന്നെ UDFിൻ്റെ കഴിവോ ഒന്നുമല്ല. കാരണം അത്രത്തോളം ഭരണവിരുദ്ധ വികാരം ജനങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് PV അൻവറിന് സാധിച്ചു എന്നുള്ളതാണ് സത്യാവസ്ഥ. PV അൻവർ വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ കഴിയത്തുള്ളൂ. PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു വലിയ സംസ്ഥാനത്തെ വലിയൊരു പാർട്ടിയെ പ്രതിനിധാനം ചെയ്യാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചാൻസ് ഏറെക്കുറെ കുറവാണ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ജനങ്ങളാണല്ലോ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുകയാണെങ്കിൽ അത് PV അൻവറിൻ്റെ ദാനമായിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ.